Hi all, welcome to this session. ഇത് നമ്മൾ പഠിക്കുന്നത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സാമ്പിൾ ആണ് കോമ്പൗണ്ട് പെൻഡുലം. So in our previous sessions we learned simple harmonic motion, equation of simple harmonic motion, etc. അപ്പോൾ കോമ്പൗണ്ട് പെൻഡുലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ അതിൻ്റെ തിയറിയും അതിൻ്റെ എക്സ്പെരിമെൻറ്റും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യു ഓൾ നോ എ സിമ്പിൾ പെൻഡുലം അല്ലേ? ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾക്കറിയാം എന്താണ്? എ മാസ് അറ്റാച്ച് ടു എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു ഓസിലേറ്റ്, റൈറ്റ്? അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അതിനൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്ത് അതിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ലൈക്ക് ദിസ് ഇൻ ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ അത് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ബോബ്, അല്ലേ? ആ ബോബിന്റെ സെന്റർ മുതൽ ഈ പിവറ്റ് പോയിന്റ് വരെ ഉള്ളതാണ് എൻ്റെ ലെങ്ത് ഓഫ് ദി പെൻഡുലം. ആൻഡ് യു നോ വാട്ട് ഇസ് ദി ഫോർമുല ടു ഫൈൻഡ് ദി പീരീഡ് ഓഫ് ദി ഓസിലേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് T ഈക്വൽ ടു 2π into L/G, 2π into root of L/G ആണ് നിങ്ങൾക്ക് അതിൻ്റെ പീരീഡായിട്ട് കിട്ടുന്നത്. ഇത് നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് കോമ്പൗണ്ട് പെൻഡുലം? എന്താണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത്? കോമ്പൗണ്ട് പെൻഡുലം ഈസ് നത്തിങ് ബട്ട് it is a rigid body capable of oscillating freely in a vertical plane about a horizontal axis passing through it. കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു റിജിഡ് ബോഡി എടുക്കുന്നു. ആ റിജിഡ് ബോഡി എന്തുമാകട്ടെ, മേ ബി സം ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിക്കായിട്ടുള്ള ഏത് ഷേപ്പിലുള്ള റിജിഡ് ബോഡി എടുക്കുക. അപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന റിജിഡ് ബോഡിയുടെ ഷേപ്പ് ഇതാണ്. ഇങ്ങനെയുള്ള റിജിഡ് ബോഡി എടുത്തു എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷേപ്പുള്ള റിജിഡ് ബോഡി തന്നെ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ടേക്ക് എനി റിജിഡ് ബോഡി ഓഫ് എനി ഷേപ്പ്. അത് ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ആക്സിസിൽ, ഇപ്പം ഇതിലാണ് ഇപ്പം ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫ്രീ ടു ഓസിലേറ്റ് ഇൻ ദിസ് ഫാഷൻ. ഇങ്ങനെ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു റിജിഡ് ബോഡി എടുക്കുക. ആ റിജിഡ് ബോഡി എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓസിലേഷൻ അല്ലെങ്കിൽ ആ സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് പെൻഡുലം. So now this is a compound pendulum because it is a rigid body and it is capable of oscillating in a vertical plane. അപ്പോൾ ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പ്രോപ്പർട്ടി എന്നതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായി നോക്കേണ്ടത്, യു ക്യാൻ സീ എ പോയിന്റ് സി ആൻഡ് വെയർ സി ഈസ് ദി സെൻറ്റർ ഓഫ് സസ്പെൻഷൻ. അപ്പോൾ നമ്മൾ ഒരു റിജിഡ് ബോഡി എടുത്തു. ആ റിജിഡ് ബോഡിയെ നമ്മൾ ഒരു പിവറ്റ് പോയിന്റിൽ പിവട്ട് ചെയ്തു. ആ പോയിന്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നതാണ് ആ പോയിന്റ്. വെർ ദെൻ സി ഈസ് കോൾഡ് സെന്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് ജി ഈസ് കോൾഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ ദ ലെങ്ത് ഓഫ് ദിസ് കോമ്പൗണ്ട് പെൻഡുലം ഈസ് നത്തിങ് ബട്ട് CG. സി മുതൽ ജി വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. സോ CG ഈസ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം, സ്മോൾ n. ഓക്കെ ആണ്. അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് പെൻഡുലം എടുത്തു, ഒരു റിജിഡ് ബോഡി എടുത്തു, അതിനെ ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നു. സി ബി ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ജി ബി ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് CG ബി ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം. നമുക്ക് സെന്റർ ഓഫ് സസ്പെൻഷനെ വേറൊരു ഡെഫിനിഷനും കൂടെ കൊടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി പോയിന്റ് ഇൻ വിച്ച് the vertical plane, so this is a vertical plane passing through the center of gravity meets the axis of rotation. So this is the axis of rotation. So it is the point in which the vertical plane passing through the center of gravity meets the axis of rotation. That point is called center of suspension. മനസ്സിലായെന്ന് കാണുന്നു. Now suppose the body is displaced through a small angle theta. So here you can see നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കോമ്പൗണ്ട് പെൻഡുലത്തിനെ പതുക്കെ ഒന്ന് റൈസ് ചെയ്തു. സോ ദാറ്റ് ഇറ്റ് മേക്സ് എൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ക്യാപിറ്റൽ G, ആ പോയിന്റ് ഷിഫ്റ്റഡ് ടു ദ പോയിന്റ് പൊസിഷൻ G'. എന്നിട്ട് നിങ്ങൾ പതുക്കെ ഇതിനെ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് മനസ്സിലാകും. when it is released what happens? it will oscillate in this vertical plane, അല്ലേ? കോമ്പൗണ്ട് പെൻഡുലം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഓസിലേറ്റ് ഇൻ ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ അബൌട്ട് ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ അബൌട്ട് ദിസ് മീൻ പൊസിഷൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നുണ്ട്. ഏതാ അതിൻ്റെ കപ്പിൾ? ദ വെയിറ്റ് mg which is acting downwards and the reaction force at C.
these two constitute a couple and which tries to bring the pendulum back to its equilibrium position. അതാണ് ഇവിടെ നടക്കുന്നത്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് we have to find out what is that restoring torque. ആദ്യം നമുക്ക് അറിയേണ്ടത് what is the moment of that restoring couple. ഇതിന്റെ റീസ്റ്റോറിംഗ് കപ്പിളിന്റെ മൊമെന്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് കോമ്പൗണ്ട് പെൻഡുലത്തിനെ ഒരു സ്മോൾ ആംഗിൾ തീറ്റ ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ പെൻഡുലം ഇവിടെ ഓസിലേറ്റ് ചെയ്യും, അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെയിറ്റും റിയാക്ഷൻ ഫോഴ്സ് അറ്റ് സി ചേർന്നുള്ള ഒരു കപ്പിളാണ് അവിടെ ഫോം ചെയ്യുന്നത്. നൗ വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ദി റീസ്റ്റോറിംഗ് കപ്പിൾ വിച്ച് ഈസ് നത്തിങ് ബട്ട് ടോർക്ക്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വി ആർ ജസ്റ്റ് labeling the weight mg. So this is the weight of the body which is acting vertically downwards, mg. So if you want to find out the the moment of the restoring couple, it is nothing but the perpendicular distance into the force acting. So here the force is mg. What is the perpendicular distance? So this is the perpendicular distance. So what is this one? So this is L, CG dash. You can see CG dash. This is L, length of the pendulum ആണ്. So നമുക്ക് വേണ്ടത് എൽ ജി ഡാഷ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ദിസ് ഈസ് തീറ്റ. സോ വാട്ട് ഇസ് ദിസ് പോയിന്റ്? ഇറ്റ് ഈസ് എൽ സൈൻ തീറ്റ. ഇതെന്ന് പറയുന്നത്, അതായത് ഇഫ് യു make a label here, let it be E. So EG dash എന്ന് പറയുന്നത് എന്താണ്? EG dash എന്ന് പറയുന്നത് it is L sin theta. L sin theta which is nothing but this point. L sin theta. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റ് ഓഫ് ദിസ് റീസ്റ്റോറിംഗ് കപ്പിൾ കണ്ടുപിടിക്കാം, which is nothing but torque. So tau equal to weight, which is the force mg into perpendicular distance. Perpendicular distance is g dash e. എത്ര കിട്ടും? It is equal to mgl sin theta equal to mgl sin theta. So what is the nature of this torque? It will tries to bring down the pendulum back to its equilibrium position. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡയറക്റ്റ് ടുവേഴ്സ് ദ equilibrium position. നമ്മൾ നേരത്തെ പഠിച്ചു. സോ ദിസ് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് mgl sin theta. So first we identified what is the expression for torque, which is minus mgl sin theta. Here we are just making an assumption that you are just making theta very small. നിങ്ങൾ എന്ത് ചെയ്യാണ്? വലിയ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കൊടുക്കുന്നില്ല, വളരെ ചെറിയ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ തീറ്റ സ്മോൾ ആകുമ്പോൾ മാത്രമാണ് ഇതെന്താകുന്നത്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ? വളരെ ചെറിയ ഒരു ആംപ്ലിറ്റ്യൂഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് തീറ്റ ഈസ് വെരി സ്മോൾ. So when theta is very small, what is sin theta? You know, when theta is very small, sin theta equal to theta. So what is the expression for tau? Equal to minus mgl theta. Minus mgl theta. Tau equal to minus mgl theta, and we are just assuming that the theta is very small. Let capital I be the moment of inertia of this body about an axis passing through this point C, about an horizontal axis passing through this C. Let I be the moment of inertia of the body. നിങ്ങൾക്കറിയാം, here the angular displacement theta is varying with time, അല്ലേ? Theta എന്ത് ചെയ്യുന്നു? Due to this restoring couple, here you know it will experience an angular acceleration d square theta by dt square. ഈ restoring couple കാരണം
the body will experience a angular acceleration which is nothing but d square theta by dt square. അപ്പം I ആണ് moment of inertia, d square theta by dt square ആണ് അതിൻ്റെ angular acceleration എന്നിരിക്കട്ടെ. So we know the relation between what? The torque connecting I and d square theta by dt square. What is that? It is I into d square theta by dt square, or tau equal to I alpha. We know the relation, d square theta by dt square. So it must be equal to the restoring couple, which is nothing but moment of the restoring couple, which is nothing but minus mgl sin mgl theta. Here you can see the negative sign in the restoring couple is just because that it is acting opposite to the displacement. So rearranging this equation, ഇതിനൊന്ന് rearrange ചെയ്താൽ you will get d square theta by dt square plus mgl by I theta equal to 0. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം കോമ്പൗണ്ട് പെൻഡുലത്തിനെ ഡിസ്ക്രൈബ് ചെയ്തു, അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അതിനെ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ വരുത്തി, എന്നിട്ട് അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് അവിടെ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്, വെയിറ്റ് എം ജിയും റിയാക്ഷൻ ഫോഴ്സ് സിയുമാണ്. ആ കപ്പിളിൻ്റെ ഉദ്ദേശം ബ്രിങ് ബാക്ക് ടു ഹിസ് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. അങ്ങനെ നമ്മൾ മൊമെന്റ് ഓഫ് ദാറ്റ് റീസ്റ്റോറിംഗ് കപ്പിൾ കണ്ടുപിടിച്ചു, മൈനസ് എം ജി എൽ സൈൻ തീറ്റ തീറ്റ സ്മോൾ ആയതുകൊണ്ട് മൈനസ് എം ജി എൽ തീറ്റ. സോ ദാറ്റ് ഓൾസോ ദി ബോഡി will experience an angular acceleration d square theta by dt square under the action of this restoring couple, and let I be the moment of inertia, so that we can equate I d square theta by dt square equal to minus mgl theta. നമ്മളൊന്ന് rearrange ചെയ്തു, d square theta by dt square plus mgl I by theta equal to 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ പഠിച്ച സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? we got this one as d square theta by dt square plus omega square theta equal to 0. ഇതായിരുന്നു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഏതൊരു സിസ്റ്റത്തിനെയും ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റിയാൽ അതെന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദിസ് ഇക്വേഷൻ ക്ലിയർലി റിസംബിൾസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. Instead of omega square, or in the place of omega square, we got mgl by I. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? mgl by I ആണെന്ന് മാത്രം. So the equation of motion of a compound pendulum clearly resembles the differential equation of simple harmonic motion, which means it executes simple harmonic motion. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ തീറ്റ വളരെ ചെറുതായിട്ട് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഫോമിലേക്ക് ഇത് വരത്തില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയം തീറ്റ മസ്റ്റ് ബി വെരി സ്മോൾ, ചെറിയ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഇഫ് യു നോ ദി എക്സ്പ്രഷൻ ഫോർ ഒമേഗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി പീരീഡ് ഓഫ് ഓസിലേഷൻ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ പീരീഡ് ഇസ് നത്തിങ് ബട്ട് t equal to period is nothing but t equal to 2 pi by omega. 2 pi by omega. So when you substitute this one, t equal to 2 pi by root of mgl by I. Root of mgl by I, or it is nothing but t equal to 2 pi into root of I by mg.
So we got the expression of common pendulum or time period of oscillation of the common pendulum t equal to 2 pi into root of I by mgl. മനസ്സിലായെന്ന് കരുതുന്നു. So we got the expression for the period of common pendulum. It is t into 2 pi into root of I by mgl. അപ്പോൾ ഈ എക്സ്പ്രഷൻ അല്പം കൂടെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് we have to find out the expression for I. Moment of inertia of the pendulum നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. So here you can see this is the rigid body. ഇതിൻ്റെ moment of inertia ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ആക്സിൽ? about the axis AB. കാരണം സി എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് സസ്പെൻഷനിൽ പോകുന്ന ആക്സിസിൽ വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിജിഡ് ബോഡി അബൌട്ട് ദി ആക്സിസ് എ ബി ആൻഡ് സി ഡി ബി ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ആക്സിസ് ആണെന്ന് ഇരിക്കട്ടെ. And the moment of inertia of the body about the axis CD be I0. I0 ആണ് ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ about the axis CD. അപ്പോൾ സി ഡിയുടെ പ്രത്യേകത എന്താണ്? The axis passing through center of gravity. So suppose K is the radius of gyration of the body. ഈ ബോഡിയുടെ റേഡിയസ് ഓഫ് ഗിയറേഷൻ എന്ന് പറയുന്നത് K ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ഗിയറേഷനും മാസും അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാസിന് എന്ത് ചെയ്താൽ മതി, റേഡിയസ് ഓഫ് ഗിയറേഷൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ I0 എന്ന് പറയുന്നത് ഇഫ് എം ഈസ് സ്മോൾ എം ഈസ് ദി മാസ് ഓഫ് ദി ബോഡി, റിജിഡ് ബോഡി, ദെൻ എം ഇൻറ്റു കെ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ആൻ ആക്സിസ് സി ഡി. I0 is given by m k square where m is the mass and k is the radius of gyration of the rigid body. നമുക്ക് വേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ മൗണ്ട് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി അബൌട്ട് ദി ആക്സിസ് ഐ. നമുക്ക് വേണ്ടത് ഐ ആണ്. നമുക്ക് വേണ്ടത് നമുക്കിപ്പോൾ ആരെ അറിയാം? I0 അറിയാം. I0 is the moment of inertia of the rigid body about the axis passing through center of gravity. നമുക്ക് ഏത് ഉപയോഗിക്കാം? We can use the parallel axis theorem. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് വഴിയുള്ളത് നമുക്കറിയാം. നമുക്ക് വേണ്ടത് സി എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് സസ്പെൻഷനിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്, ആ ആക്സിസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് വേണ്ടത്. സോ നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചാൽ എന്താണ്? സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി about an axis passing through center of mass and the product of mass and square of the distance between these two axes. എന്താണ് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം, സ്മോൾ എൽ. സോ വി വിൽ ഗെറ്റ് I equal to I0 into I0 plus ml square. നമുക്ക് ആരെ കിട്ടി? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ 1 gives t equal to 2 pi into root of I ക്ക് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? I0 plus ml square divided by mgl divided by mgl. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്താം. I0 എന്ന് പറഞ്ഞ we know it is mk square plus ml square. So if you take m outside, m into k square plus l square. m into k square plus l square. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t equal to 2 pi into root of m into k square plus l square by mgl. ഇവിടെ നമുക്ക് എമ്മും എമ്മും ക്യാൻസൽ ചെയ്യും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ ജി എൽ കിട്ടും. എല്ല് കൊണ്ട് ന്യൂമറേറ്ററിനും ഓരോ ടേമിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 pi into root of m into k square plus l square.
ഈ എല്ല് കൊണ്ട് കെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എല്ല് കൊണ്ട് എൽ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഈസ് എൽ ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്, ജി ഉണ്ട്, കാരണം എം ക്യാൻസൽ ചെയ്തു. So we got the final expression for the period of compound pendulum 2 pi into root of k square by L plus L by G, where k is the radius of gyration and L is the length of the compound pendulum. മനസ്സിലായോ? നമ്മൾ ആദ്യം കോമ്പൗണ്ട് പെൻഡുലത്തിനെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തു, അതിൻ്റെ ഓരോ പോയിന്റ്സും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ലെങ്ത് ഓഫ് ദി പെൻഡുലം നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനൊരു സ്മോൾ ഓസിലേഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ദി റീസ്റ്റോറിംഗ് കപ്പിൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ നമ്മൾ I × d square theta by dt സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ആൻഡ് വി ഗോട്ട് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒമേഗ സ്ക്വയർ കിട്ടി. അവിടെ നിന്ന് നമുക്ക് 2t കിട്ടി, പീരീഡ് കിട്ടി. പീരീഡിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ആൻഡ് വി ഗോട്ട് ദി ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി പീരീഡ് ഓഫ് കോമ്പൗണ്ട് പെൻഡുലം ആസ് 2 pi into root of k square by L plus L by G. നിങ്ങൾക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡിന്റെ എക്സ്പ്രഷൻ അറിയാം. എന്താണ്? ഇഫ് L is the length of the simple pendulum, it is 2 pi into root of L by G. ഓക്കെ, 2 pi into root of L by G. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 2 pi into root of k square by L plus L. നിങ്ങൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കി. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെന്ത് ക്യാപിറ്റൽ L ആണെന്നിരിക്കട്ടെ. അത് നിങ്ങൾ എത്ര എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ന്യൂമറേറ്ററിലുള്ള വാല്യൂ ആണ് എടുത്തത്. അതായത് ആ ലെന്ത്, ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെന്ത് എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ എന്ന് പറയുന്ന ലെന്തിൽ യു കൺസ്ട്രക്റ്റഡ് എ സിമ്പിൾ പെൻഡുലം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പീരീഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 2 pi into root of L by G ആയിരിക്കത്തില്ലേ? ആ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? കാരണം ഇതിന്റെ ലെന്ത് നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്താണ്? കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ലെന്തും ഇപ്പോൾ നിങ്ങൾ എടുത്ത സിമ്പിൾ പെൻഡുലത്തിന്റെ ലെന്തും എന്തായി? സെയിം ആയി. ലെന്ത് അല്ല, സോറി, പീരീഡ്. നിങ്ങളെടുത്ത കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ പീരീഡും നിങ്ങൾ ഇപ്പോൾ എടുത്ത സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡും എന്തായി? സെയിം ആയി. കാരണം നിങ്ങൾ അവിടെ എടുത്ത സിമ്പിൾ പെൻഡുലത്തിന്റെ ലെന്ത് എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ സാധിച്ചത്, ദ പീരീഡ് ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഹാവിംഗ് ലെങ്ത് ക്യാപിറ്റൽ L is same as that of the period of the compound pendulum of length small l. സ്മോൾ എൽ ലെന്ത് ഉള്ള കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ അതേ പീരീഡ് തന്നെയാണ് ക്യാപിറ്റൽ L ഉള്ള സിമ്പിൾ പെൻഡുലത്തിന് കിട്ടിയത്. ആ ക്യാപിറ്റൽ L എന്തായിരുന്നു? പക്ഷേ ആ ലെന്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ ആയിരുന്നു. Then that L is called the length of the equivalent simple pendulum. Then the L is called length of the equivalent simple pendulum എന്നാണ് നമ്മൾ വിളിക്കുന്നത്. Equivalent simple pendulum. So what is called length of the equivalent simple pendulum? എന്താണത്? ലെന്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ? അതായത് ഏതൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ആണോ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ പീരീഡിന് സെയിം ആയിട്ട് വരുന്നത്, ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെന്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെന്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ട് പെൻഡുലം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ അതേ പീരീഡ് കിട്ടാൻ നിങ്ങൾ ഒരു സിമ്പിൾ പെൻഡുലം കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ലെന്ത് ആണ് ലെന്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലം. ആ ലെന്ത് എത്ര ആയിരിക്കണം? കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ ആയിരിക്കണം. യു നോ കെ ഇസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. കെ സ്ക്വയർ എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അത് എപ്പോഴും 0ക്ക് മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദി ലെന്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ലെന്ത് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം. ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ലെന്ത് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം. കാരണം എന്താണ്? കെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ എന്ന് പറയുന്ന ആർക്ക് കൂടുതലായിരിക്കും? ഈ എല്ലിൽ നിന്ന് കൂടുതലായിരിക്കും. സോ ലെന്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ലെന്ത് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ലെന്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലം ആൻഡ് ലെന്ത് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം. ഈ എൽ എന്ന് പറയുന്നത്
ലെങ്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലമാണ്, ഇത് ലെങ്ത് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലമാണ്. ലെങ്ത് ഓഫ് ദി ഇക്വലന്റ് സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പ്രഷൻ k²/L+L ആയിരിക്കും. അപ്പോൾ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ അതേ പീരീഡിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ പെൻഡുലം കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെങ്ത് ഇവിടെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ തിയറി. ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നോട്ട് നന്നായിട്ട് എഴുതുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. താങ്ക് യു.